നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. വേൾഡ് കപ്പിലുള്ള അർജന്റീനയുടെ 26 സ്ക്വാഡ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. പല താരങ്ങൾക്കും പരിക്കിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്ക്വാഡ് അവസാന നിമിഷം വരെ വെയിറ്റ് ചെയ്തിട്ട് പ്രഖ്യാപിക്കാമെന്നുള്ളതാണ് കോച്ച് സ്കലോനിയുടെ ഒരു തീരുമാനം. അതായത് 30-ാം തീയതി, ഈ മാസം 30 ഫിഫക്ക് സ്ക്വാഡ് സമർപ്പിക്കേണ്ട അവസാന തീയതി. അപ്പോൾ ഇന്നോ നാളെയോ അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസമോ ഒക്കെ ആയിട്ട് പ്രഖ്യാപനം പ്രതീക്ഷിക്കണം. ഏതായാലും ഇന്നലെ അദ്ദേഹം ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഡി സ്പോർട്സുമായിട്ട് നടത്തിയിട്ടുള്ള ഇൻ്റർവ്യൂവിലാണ് അദ്ദേഹം കാര്യങ്ങൾ പറയുന്നത്. എന്തുകൊണ്ട് ഡിബാലയെ വേൾഡ് കപ്പ് സ്ക്വാഡിൽ ഉൾപ്പെടുത്തുന്നില്ല? ഡിബാല ഇപ്പോൾ 55-അംഗ പ്രിലിമിനറി ലിസ്റ്റിൽ പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു കാരണം ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി നമ്മൾ നോക്കുകയാണ്. അത് ഡി സ്പോർട്സിനെ കോട്ട് ചെയ്തുകൊണ്ട് TYC സ്പോർട്സും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, ഒരു സംശയവും വേണ്ട, ഡിബാല ഒരു ഗ്രേറ്റ് പ്ലെയറാണ്. അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി നമുക്ക് ആർക്കും ഡിനൈ ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല, ആർക്കും വിസ്മരിക്കാവുന്ന ഒന്നല്ല അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു സ്പെക്ടാക്കുലർ ഗൈ ആണ്. ആ രൂപത്തിൽ തന്നെ മുന്നോട്ട് പോകണമെന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നു. പക്ഷേ നമ്മൾ എല്ലായ്പ്പോഴും പ്രസൻറ്റും ഫ്യൂച്ചറും നോക്കുന്നവരാണ്. ദേശീയ ടീമിനെ കുറിച്ച് നമ്മുടെ ഒരു ചിന്താഗതി അതാണ്. ഇന്നേക്കും ഭാവിയിലേക്കും കാര്യങ്ങൾ നോക്കിയിട്ടാണ് ചെയ്യുക. സോ ഡിബാലയുടെ പൊസിഷനിൽ സ്വന്തമായിട്ട് മികച്ച പ്രകടനം നടത്തി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള താരങ്ങൾ നമ്മുടെ കൂടെ വേറെയുണ്ട്. അവരൊക്കെ ഒരു ചാൻസ് അർഹിക്കുന്നുണ്ട്. വേൾഡ് കപ്പിനൊക്കെ അവരൊരു ചാൻസ് അർഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഡിബാലയെ സ്ക്വാഡിൽ എടുക്കാത്തത് എന്ന് തന്നെ കോച്ച് വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ചുരുക്കത്തിൽ അതിൽ ഒരു വ്യക്തതയുണ്ട്. ഡിബാല നല്ല കളിക്കാരനൊക്കെ ആയിരിക്കാം. അപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ സീസണിലൊക്കെ പരിക്കിൻ്റെ പ്രശ്നങ്ങളൊക്കെ അദ്ദേഹത്തെ ക്ലബ്ബിൽ ഫുട്ബോളിൽ നന്നായിട്ട് അലട്ടിയിട്ടുണ്ട്. അപ്പോൾ ഡിബാലയ്ക്ക് പകരം ആ പൊസിഷനിൽ വന്ന് മികച്ച പ്രകടനം നടത്തുന്ന വേറെ കളിക്കാരുണ്ട്. ഇപ്പോൾ ഡിബാല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റൂല അർജൻറ്റീനയ്ക്ക്. ഭാവിയിലേക്ക് കൂടി കാര്യങ്ങൾ നോക്കണം. അതുകൊണ്ടാണ് ഈ ഡിബാലയെ ഒഴിവാക്കി മറ്റു താരങ്ങളെ കളിപ്പിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കോപ്പ അമേരിക്ക ടൂർണമെൻറ്റിലും ഡിബാലയെ കോച്ച് സ്ക്വാഡിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അന്ന് അത്ര പരിക്കുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. അന്ന് കോച്ചിൻ്റെ ഒരു വിശദീകരണം എന്ന് പറഞ്ഞാൽ അത് ടാക്റ്റിക്കലായിട്ട് തീരുമാനമാണെന്നാണ്. അത് തന്നെയാണ് അർജൻറ്റീന ടീമിൽ ഇപ്പോൾ ഡിബാലയ്ക്ക് വലിയ റോളും സ്ഥാനവും ഒന്നുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ ആരാധകർക്ക് ഇങ്ങനെ ഡിബാല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.